ഹലോ ഗായ്സ്, അപ്പോൾ അതെ നല്ല മഴയാണ്. മൂടിക്കെട്ടി ഇവിടെ മഴയാണ് ഗായ്സ്. കണ്ടോ, ഫിഷ് ടാങ്കൊക്കെ നിറഞ്ഞു. നല്ല മഴയാണ് ഇവിടെ. ഇപ്പോൾ രാവിലത്തെ ഫുഡിൻ്റെ പരിപാടി നോക്കട്ടെ കേട്ടോ. കലമൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ ദേ തക്കാളി സവാളയൊക്കെ കൂടി മുട്ടയിട്ടിട്ട് വെക്കാൻ പോവാണ്. ഉരുളക്കിഴങ്ങ് അരിയണയാണ് ഞാൻ. ചട്ടി വെച്ചു. തക്കാളി വഴറ്റട്ടെ കേട്ടോ. കിഴങ്ങ് അരിഞ്ഞ് മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഫ്രൈ പോലെ ആക്കി എടുക്കാനാണ്, കുട്ടികൾക്ക് ചോറിന് കൊണ്ടുപോകാൻ. പിന്നെ നമ്മുടെ തക്കാളി ഒരുവിധമൊക്കെ വഴഞ്ഞു. ഇനി ഇതിലോട്ട് ഞാൻ മുട്ട വേറെ ചിക്കി എടുത്തിട്ട് തക്കാളിയിലോട്ട് ഇടും. അത് ചപ്പാത്തി പാക്കറ്റാണ് കേട്ടോ വാങ്ങിച്ചേക്കണത്. അപ്പം ഇത് ചപ്പാത്തിക്കുള്ള കറിയാണ് ഈ തക്കാളിയും മുട്ടയും കൂടി വെച്ചത്. ഇപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചു. മുട്ട എണ്ണയൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് ചിക്കി എടുക്കണം. ഇപ്പം നമ്മൾ ഇങ്ങനെ കാണിച്ച് ഇത് നമുക്ക് തക്കാളിയിലോട്ട് ചേർക്കാനുള്ളതാണ്. പെട്ടെന്ന് ഇപ്പം നമുക്ക് അപ്പത്തിനായാലും ചപ്പാത്തിക്കായാലും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണിത്. സ്വല്പം മസാലപ്പൊടി ചേർക്കണം തക്കാളിയിൽ, അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റും വരും. അപ്പോൾ അത് മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് തക്കാളിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. നോക്കിക്കേ, വേണ്ട, നമുക്ക് ചപ്പാത്തിക്ക് കൂട്ടി കഴിക്കാൻ പറ്റിയ കറിയല്ലേ ഇത്. ഇനി ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ അതേ ഉരുളക്കിഴങ്ങ് ഞാൻ ഫ്രൈ ആക്കാനിട്ടേ എണ്ണയിൽ. പിന്നെ ചോറ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ഊറ്റണം. അതേ ഉരുളക്കിഴങ്ങ് ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ ഒരു ഇച്ചിരി 3-4 പെരിഞ്ജീരകം ഇട്ട് കൊടുക്കും കേട്ടോ. അതെന്തിനാന്നാ ഗ്യാസൊന്നും കയറാതിരിക്കണം. ആ പെരിഞ്ജീരകം ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഇത് ഫ്രൈ ആയി വരുമ്പോൾ കഴിക്കാൻ. പിന്നെ ദേ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി ചുടാൻ നോക്കാം. മറ്റേ തക്കാളിയിൽ ലാസ്റ്റാണ് കേട്ടോ ഒരു ഇച്ചിരി മസാലപ്പൊടി ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യണത് ഞാൻ. ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഗായ്സ്. നമുക്കിതിലോട്ട് വയ്ക്കാം. നല്ല മഴയായിരുന്നു. ഇപ്പോൾ ഇത്തിരി കുറഞ്ഞു വന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും മൂടിക്കെട്ടി കിടക്കണേന്. ഉരുളക്കിഴങ്ങും ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത്തിരി ചായ കുടിക്കട്ടെ കേട്ടോ. ചായ കുടിച്ചില്ല, പിന്നെ ചായ കുടിക്കണം. അതായത് നല്ല അടിപൊളിയായി ഫ്രൈ ആയി വന്നു. ചപ്പാത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ രസമുണ്ട്. കുട്ടികൾക്ക് ചോറെടുത്തു. രസമാണ് കേട്ടോ വെച്ചത്. ചാറായിട്ട് രസമുള്ളൂ. 2 പേർക്ക് രസമൊക്കെ വെച്ചു. പിന്നെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തതാണ്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. ഇത് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് എന്തൊന്നാണ് നട്ടുകൊടുക്കാനുള്ളത്. ഇതാ കോവക്ക തോരൻ. കോവക്ക
അത് കഴിക്കാൻ ചപ്പാത്തിയാണേ. അപ്പോൾ ഗോൾബിന് 2 ചപ്പാത്തി, ചിന്നുമോൾക്ക് ഒരെണ്ണം വെച്ച് കൊടുത്തു. ചിന്നുമോൾ ഒരെണ്ണം കഴിക്കുള്ളൂ. അപ്പോൾ ഇതേ കണ്ട മുട്ടയൊക്കെ ഇട്ട തക്കാളി. നമ്മളെപ്പോഴും ചപ്പാത്തിക്ക് തള്ള കഴിക്കും. ചപ്പാത്തിക്ക് ഞങ്ങൾ പെട്ടെന്ന് കറി ഉണ്ടാക്കണം ഇങ്ങനെ. അപ്പോൾ പണിയൊക്കെ ഒതുങ്ങി ഫുഡൊക്കെ പിള്ളേർക്ക് എടുത്തു വെച്ചു. ഞാൻ ഇത്തിരി ചായ കുടിക്കാൻ പോവാട്ടോ. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ രാവിലത്തെ? കമൻറ്റ് ചെയ്യണേ. ഗോപിൻകുട്ടൻ ഫുഡ് കഴിക്കണേണ്. ചിന്നമ്മോള് ഫുഡ് കഴിക്കണേണ്. 7:40 ആകുമ്പോൾ വണ്ടി വരും. അങ്ങനെ കഴിച്ചത് അമ്മ ചായ കുടിക്കണേണ്. ഞാൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.